കരൂരിൽ നിന്ന് സാജിദ് അജ്മൽ ചേരുന്നുണ്ട്. സാജിദ്, ഇന്ന് പകൽ മുഴുവൻ സാജിദ് അവിടെ ഉണ്ടായിരുന്നു. ഈ ഇന്നലെ ഉണ്ടായ വലിയ ദുരന്തത്തിൻ്റെ ഞെട്ടിൽ നിന്ന് ആ നാട് ഒന്നാകെ ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ആ നാട്ടുകാർ എന്താണ് പറയുന്നത്? ഇവിടുത്തെ അവിടെ ഇപ്പോഴുള്ള അന്തരീക്ഷം എങ്ങനെയാണ്? നൗഫൽ, ഇന്നലെ വിജയ് കാണാൻ വന്ന ആളുകളിൽ വലിയൊരു വിഭാഗം അദ്ദേഹം ഇത് സംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സംഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി കാർ ഒഴികെയുള്ള ആളുകൾ ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഈ ആളുകളെ ആശുപത്രിയിൽ എത്തി ആശ്വസിപ്പിക്കാൻ വിജയ് തയ്യാറാകാത്തതും ഈ മറ്റ ആളുകളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ തയ്യാറാകാത്തതിലും വലിയ വിമർശനം ഉണ്ട്. അദ്ദേഹം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലായി ഇങ്ങോട്ട് കരൂരിലേക്ക് എത്താനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും തമിഴ്നാട് സർക്കാർ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതിന് പകരം കോടതി എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കുകയാണ്. കോടതിക്ക് മുൻപിൽ 2 ഹർജികളാണ് ഉള്ളത്. ഒന്ന് വിജയ് തന്നെ നൽകിയ ഹർജിയാണ്. ഇതിൽ ഒരു സമഗ്രമായ സ്വതന്ത്ര അന്വേഷണം വേണമെന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരാണെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഈ അപകടം നടന്ന കരൂര് എത്തുകയും ആശുപത്രിയിലും സന്ദർശനം നടത്തി, അപകടം നടന്ന പ്രദേശത്തും സന്ദർശനം നടത്തി. ജുഡീഷ്യൽ കമ്മീഷൻ ഈ റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീഷിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം പോലീസിന്റെ അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിൽ കോടതിയുടെ ഒരു ഇടപെടലിനനുസരിച്ചായിരിക്കും ഇനി സർക്കാരിന്റെ നീക്കങ്ങൾ ഉണ്ടാവുക. ഇനി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി സ്റ്റാലിൻ സർക്കാർ പ്രവർത്തിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രത്യേകം ഈ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിജയ് ആണെങ്കിൽ അദ്ദേഹത്തിന് വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നതിനിടയിലാണ് ഇത്തരം ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അത് ഈ ആളുകൾക്ക് നഷ്ടപരിഹാരവും മറ്റും കൊടുത്ത് ആളുകളെ നേരിൽ കണ്ട് പരിഹരിക്കാമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനും ഉള്ളത്. എന്തായാലും ആളുകൾക്കിടയിൽ വലിയൊരു പ്രതിഷേധം വിജയ്ക്കെതിരെ നിലനിൽക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല. എത്ര നഷ്ടപരിഹാരം കൊടുത്താലും അതൊരു ജീവന് പകരമാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് തമിഴ് രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭമാണ്. വിജയ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു, അതിനോട് സ്റ്റാലിൻ അടക്കമുള്ളവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.